എഫിൽ CPIM ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. CPI വകുപ്പുകളെ ഇടിച്ചു താഴ്ത്താൻ CPIM ശ്രമിക്കുന്നു. മന്ത്രിമാരായ P. പ്രസാദിനെതിരെയും GR അനിലിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. R. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, CPIMന് വിമർശനം, സ്വന്തം വകുപ്പിലെ മന്ത്രിമാർക്ക് വിമർശനം, സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർക്ക് വിമർശനം, കൂടാതെ ബിനോയ് വിശ്വത്തിന് വിമർശനം. എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ? അനുജ, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് CPI പ്രതിനിധികൾ അതിരൂക്ഷ വിമർശനം മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ചില വകുപ്പുകൾ പൂർണ്ണമായും തന്നെ അപ്രസക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ ഇടിച്ചു താഴ്ത്താനും ഇകഴ്ത്തിക്കാട്ടാനുമുള്ള ശ്രമം CPM മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതൊരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPI പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CPM LDFനെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള വിമർശനം പല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. LDFന്റെ മുഖമായി CPM മാത്രമായി മാറുന്നു. അത് ആ രീതി കഴിയില്ല. LDFിൽ CPMനും CPIക്കും തുല്യ പ്രാധാന്യം ലഭിക്കണം എന്നുള്ളതാണ് CPI പ്രതിനിധികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനമാണ്. അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. GR അനിലിന്റെ പ്രവർത്തനം ഓണക്കാലത്ത് മികച്ചതായിരുന്നുവെങ്കിലും പക്ഷേ കഴിഞ്ഞ 4.5 കൊല്ലം ഈ വകുപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം സംശയമാണ്. കാരണം ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മാറിയില്ല. വിലക്കയറ്റമടക്കം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടി പ്രതിനിധികൾ ഉന്നയിച്ചു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിനും കനത്ത വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കൃഷി വകുപ്പിനെ അപ്രസക്തമാക്കുകയായിരുന്നു. 4 വർഷം വകുപ്പ് തന്നെ ഉണ്ടോ എന്ന സംശയം പാർട്ടി അംഗങ്ങൾക്ക് പോലും ഉണ്ടായി. VS സുനിൽകുമാർ വളരെ ജനകീയമാക്കിയ ഒരു വകുപ്പാണ്, ആ കാര്യം മന്ത്രി തന്നെ ഓർക്കണമായിരുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന് കുടുംബശ്രീക്കെതിരായതാണ്. കുടുംബശ്രീയെ CPM ഹൈജാക്ക് ചെയ്യുന്നു, CPM ശ്രീയായി കുടുംബശ്രീ മാറി എന്നുള്ള വിമർശനം കൂടി പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിനെതിരെ വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് അതിരൂക്ഷ വിമർശനം നടത്തിയത്. കാരണം തുരങ്കപാത വയനാട്ടിന് അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് അപക്വമെന്നായിരുന്നു പ്രതിനിധികളുടെ വാദം. കാരണം വയനാട് ജനതയാണ് ഈ ഗതാഗത കുരുക്കിൽ പെടുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ പരിസ്ഥിതിക്കപ്പുറമുള്ള നിലപാട്, ജനസൗഹൃദ നിലപാട് കൂടി ബിനോയ് വിശ്വം കൈക്കൊള്ളണം. അക്കാര്യത്തിൽ പാർട്ടി ഒരു മാറ്റം കൈക്കൊള്ളണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും സമ്മേളനം തുടരുകയാണ്. പ്രവർത്തന റിപ്പോർട്ടിനുള്ള മറുപടി അല്പസമയത്തിനകം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.